UDF അൻവറിന് മുന്നിൽ വാതിലടച്ചതിന് ശേഷം രാഹുൽ മാങ്കൂട്ടം എന്തിനാണ് അൻവറിനെ പോയി കണ്ടത്? അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വെറുമൊരു രാത്രി നാടകം മാത്രമായിരുന്നു. അൻവർ തിരികെ വരുമെന്നോ അല്ല അൻവറിനെ തിരികെ UDFിലേക്ക് കൊണ്ടുവരാമെന്നുള്ള പ്രതീക്ഷയോടെ ഒന്നുമല്ല. രാഹുൽ മാങ്കൂട്ടം ശരിക്കും ഒരു നന്ദി പ്രകടനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള നിക്ഷേപത്തിന് വേണ്ടി പോയി എന്നേ കരുതേണ്ടതുള്ളൂ. മാൻകൂട്ടത്തിന് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. മാൻകൂട്ടത്തെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ സഹായിച്ച അൻവർ അവിടെ സ്ഥാനാർത്ഥി നിർത്താതെ രാഹുൽ മാൻകൂട്ടത്തെ അൻവർ സഹായിച്ചു. രണ്ടാമത്തേത്, രാഹുൽ മാൻകൂട്ടത്തെ CPMന്റെ ഗവൺമെന്റ് അല്ലെങ്കിൽ പിണറായി വിജയൻ വേട്ടയാടിയ സമയത്ത് പത്രസമ്മേളനം വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് വാദിച്ച ആളാണ് അൻവർ. ഈ രണ്ട് കാരണങ്ങളുടെ പേരിലാണ് ആ നന്ദി പ്രകടനം മാത്രമായിരുന്നു രാഹുൽ മാൻകൂട്ടത്തിന്റെ ലക്ഷ്യം. അതിൽ കവിഞ്ഞ ഒന്നും രാഹുൽ മാൻകൂട്ടത്തിന് ലക്ഷ്യമില്ല. അങ്ങനെ നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലക്ഷ്യം സാധിച്ചിരിക്കുന്നു. അല്പം നാണക്കേടും അല്പം പാർട്ടിയുടെ അതൃപ്തിയും അസംതൃപ്തിയും ഒക്കെ നേടിയെന്ന് പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ഇനിയും ഭാവിയിലാണെങ്കിലും അൻവറിന്റെ സഹായം തന്നോടൊപ്പം ഉറപ്പാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം രാഹുൽ മാങ്കൂട്ടവും ബുദ്ധിപരമായ ഒരു നീക്കം തന്നെയാണ് നടത്തിയത് എന്ന് പറയേണ്ടി വരും.